Hi all, welcome to Learnino. Key previous year questions part 8. First question, the vapor pressure of water at 323 Kelvin is 95 mm of Hg, 176 of sucrose. It has molar mass 342, is added to 900 gram of water at 323 Kelvin. The vapor pressure of the solution. ഇപ്പോൾ വേപ്പർ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത് സൊല്യൂഷന്റെ വാട്ടറിന്റെ തന്നിട്ടുണ്ട് അതിനകത്തോട്ട് സൂക്രോസ് ആഡ് ചെയ്ത് ഒരു സൊല്യൂഷൻ ആക്കി ആ സൊല്യൂഷന്റെ വേപ്പർ പ്രഷർ ആണ് ചോദിച്ചിരിക്കുന്നത്. Second question, which of the following statement is incorrect? The greater the disorder of an isolated system, higher is the entropy. The crystalline solid state of a substance is the state of lowest entropy. Entropy is not the measure of average outward motion of a particle in the system. D. The gaseous state of a substance is the state of highest entropy. Delta S is related to Q and T for a reversible reaction. That means delta S is equal to Q reversible by T. Option C is the answer. Entropy is not the measure of average chaotic motion of particle in the system. This statement is incorrect. Entropy is indeed related to chaotic motion of particle as it measures the randomness of disorder in a system. Entropy ennu parayunnathu random of disorder of a system aanu. The more chaotic the movement, higher is the entropy. അതായത് എത്ര ഫ്രീ ആയിട്ട് അത് മൂവ് ചെയ്യുന്നുണ്ടോ എൻട്രോപ്പി അത്രയും എന്തായിരിക്കും കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് സി എന്ന് പറയുന്നതാണ് ഇൻകറക്റ്റ്. PCl5, PCl3 and chlorine are at equilibrium at 500 Kelvin. That equilibrium concentration of PCl3, Cl2 and PCl5 are respectively 4.0 molar, 4.0 molar and 2.0 molar. Calculate the Kc for the reaction. Reaction Kc ude value aanu കണ്ടുപിടിക്കാനുള്ളത്. Reaction PCl5 gives PCl3 plus chlorine എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇക്വിലിബ്രിയത്തിലാണ്. അതിന്റെ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. നമുക്കറിയാം ആദ്യം ഇക്വേഷൻ എഴുതുക, then concentrations എടുത്ത് എഴുതുക. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പ്രോഡക്റ്റിന്റെ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ റിയാക്റ്റന്റിന്റെ കോൺസെൻട്രേഷൻ, ദാറ്റ് ഈസ് 4 into 4 divided by 2, that is equal to 8 mole. Okay, now equilibrium constant Kc is equal to concentration of product divided by concentration of reactant. Then fourth question, which of the following statement is true with regard of Daniell cell? Daniell cell ഉമായിട്ട് നോക്കുമ്പോൾ true statement ഏതാണ്? Oxidation occurs at cathode, reduction occurs at anode, E0 cell is 1.1 volt, electrical energy produces chemical reaction, electrolytes are aqueous solution of CuSO4 and FeSO4. ഇപ്പോൾ ഡാനിയൽ സെൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ടൈപ്പ് ഓഫ് ഇലക്ട്രോകെമിക്കൽ സെല്ലാണ് ഇൻ വിച്ച് സിങ്ക് റോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ ആൻഡ് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. അപ്പൊ അതില് ഓക്സിഡേഷൻ എപ്പോഴും നടക്കുന്നത് ആനോഡിലായിരിക്കും, റിഡക്ഷൻ സംഭവിക്കുന്നത് കാഥോഡിലായിരിക്കും. അപ്പൊ ഫസ്റ്റ് നമുക്ക് തെറ്റാണെന്ന് മനസ്സിലായി. ദെൻ ഫസ്റ്റ് രണ്ടെണ്ണവും തെറ്റാണ്. ഇനി നമുക്ക് ഇവരുടെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ 1.1 വോൾട്ട് ആണ്. അത് കറക്റ്റ് ആണ്. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ ഫോർ ഡാനിയൽ സെൽ ഈസ് 1.1 ബിക്കോസ് കോപ്പറിന്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് +0.34ഉം സിങ്കിൻ്റെത് -0.76ഉം ആണ്. അപ്പൊ നമ്മൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വാല്യൂ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അതായത് കോപ്പറിന്റെ വാല്യൂ മൈനസ് സിങ്കിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ അത് ചെയ്യുമ്പോൾ 1.1 ആണ് കിട്ടുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. Fifth question, the conductivity of 0.02 mole per liter KCl solution is 0.248 Siemens meter inverse. Its molar conductivity is. അപ്പോൾ കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, എന്താണ് കണ്ടക്ടിവിറ്റി തന്നിട്ടുണ്ട്, അതിന്റെ കോൺസെൻട്രേഷനും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. K is equal to 0.248. C is the molarity of the solution is 0.02 mole per liter. അങ്ങനെയാണെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ m is equal to K by C.
അപ്പൊ തന്നിരിക്കുന്ന രണ്ടെണ്ണം കൂടെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പം ലാംഡ എം ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കണ്ടക്ടിവിറ്റി ബൈ സി, കെ ബൈ സി. ഓക്കെ, അപ്പൊ ഓപ്ഷൻ E is the answer. 1.24 into 10 raised to minus 2 is the correct answer. Sixth question. Which of the following compound has lowest boiling point? Boiling point കുറവുള്ള compound. Carbon disulfide, water, ethanol, benzene, chloroform. Carbon disulfide is the answer. ഇതിന് കാരണം intermolecular forces ആണ്. The stronger the intermolecular forces like hydrogen bonding, dipole-dipole interaction or London dispersion force, higher be the boiling point. Disulfide, this is a non-polar molecule and only experience London dispersion force which are relatively weak. But London force മാത്രമേ അവിടെ ഉള്ളൂ, അത് relatively weak ആണ്, so it has a lowest boiling point. Seventh question. Radioactive decay follows first order, second order, third, zero, pseudo order. Radioactive decay is a first order reaction. This means that rate of decay is directly proportional to the amount of radioactive substance present in it. In other words, rate of decay decreases as amount of substance decreases. Substance in amount കുറയുന്നതിനനുസരിച്ച് rate of decay എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. First order kinetics എന്ന് പറയുന്നത് rate is equal to k into concentration of substance ആണ്. അപ്പൊ ആ പറഞ്ഞ ഒരു relation ഇവിടെ satisfy ചെയ്യുന്നുണ്ട്. So it is a first order reaction. So option A is the correct answer. Eighth question. In which of the following system the number of moles of the substance present at equilibrium not be shifted by any change in volume of the system at a constant temperature? ഇവിടെ ഒരു 5 reaction തന്നിട്ടുണ്ട്. Number of moles of the substance present at the equilibrium not be shifted by any change in the volume of the system. അപ്പോൾ Le-Chatelier's principle അനുസരിച്ചിട്ടുള്ള relation ആണ് നമുക്ക് ഇവിടെ കണ്ടുപിടിക്കുന്നത്. Option E is the answer. NO2 plus SO2 gives SO3 plus NO plus H2O. ഇവിടെ reactant സൈഡിൽ 2 number of moles ഉം product സൈഡിൽ 3 ആണ് number of moles ഉം വരുന്നത്. Option E would not experience a shift in number of moles of the substance at equilibrium if volume is changed because number of moles are not equal on both sides. രണ്ട് സൈഡിലും number of moles equal അല്ലാത്തത് കൊണ്ട് there is no shift in number of moles of substance at equilibrium if volume is changed. അപ്പോൾ അങ്ങനെ നോക്കിയാൽ മതി. Number of moles same അല്ലാത്ത കേസ് ഏതാണെന്ന് നോക്കിയാൽ മതി. Ninth question. Which of the following has least atomic radius? Atomic radius ഏറ്റവും കുറവ്. Boron, carbon, nitrogen, oxygen, fluorine. Fluorine is the answer because atomic radius decreases from left to right across a period. ഒരു പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ atomic radius കുറയും. അതായത് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുമെന്നാണ് അർത്ഥം. അതായത് ഇലക്ട്രോൺസ് എപ്പോഴും ന്യൂക്ലിയസിന് അടുത്തേക്കായിരിക്കും വരുന്നത്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. പക്ഷെ ഗ്രൂപ്പിൽ താഴോട്ട് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കൂടുകയും ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ അറ്റോമിക് റേഡിയസ് കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഫ്ലൂറിൻ ആണ് ഏറ്റവും സ്മാളസ്റ്റ് അറ്റോമിക് റേഡിയസ് ഉള്ള ഈ ഗ്രൂപ്പിലെ ഏറ്റവും സ്മാളസ്റ്റ് അറ്റോമിക് റേഡിയസ് വരുന്നത്. ഈ ഒരു റിലേഷൻ ഓർത്തു വെക്കുക. അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അക്രോസ് ദ പീരിയഡ്. അറ്റോമിക് റേഡിയസ് ഇൻക്രീസസ് ആസ് യു മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്. അറ്റോമിക് റേഡിയസ് ഡിക്രീസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യും, കൂടും. ഓക്കെ. 10th question. Which of the following tripositive ion has a smallest size? ഈ tripositive ion ആണല്ല, ഇതിലെ smallest size ആർക്കാണെന്നാണ് ചോദിച്ചേക്കുന്നത്. The concept here is lanthanide contraction. അതായത് ഇവിടെ എല്ലാം ഈ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലാന്തനൈഡ് കോൺട്രാക്ഷൻ ആണ്. അതായത് ലാന്താനം ടു ലുട്ടേഷ്യം വരെ നമ്മൾ ലാന്തനൈഡ് സീരീസിൽ മൂവ് ചെയ്യുമ്പോൾ the size of the ion decreases. അറ്റോമിക് നമ്പർ കൂടിക്കഴിഞ്ഞാലും സൈസ് കുറയുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ this occurs because although additional electrons are being added to the same 4f subshell, additional electrons same 4f subshell തന്നെയാണ് ആഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയും സൈസ് കുറയുകയും ചെയ്യും.
as we move from lanthanum to gadolinium, the ionic radius gradually decreases due to lanthanide contraction. അപ്പോൾ നമ്മൾ La3+ നിന്ന് Gd3+ലേക്ക് പോകുമ്പോൾ lanthanide contraction കാരണം സൈസ് കുറയുന്നു. അതുകൊണ്ട് ഇതിനകത്ത് Gd3+നാണ് സ്മാൾ അയോണിക് റേഡിയസ് ഉള്ളത്. സൈസ് കുറയുമ്പോൾ അയോണിക് റേഡിയസും എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അപ്പൊ സോ Gd3+ ഈസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ 10 ക്വസ്റ്റ്യനും അതിന്റെ എക്സ്പ്ലനേഷൻസും. ഓക്കെ, താങ്ക് യു.